ഹായ്, നമുക്കിന്ന് റുമാലി റൊട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് handkerchief പോലെ നല്ല നൈസും സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് സർവ് ചെയ്യുന്നത് handkerchief പോലെ മടക്കിയാണ്. ഇത് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പിയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇതിന് വേണ്ട ചേരുവകൾ: മൈദ 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 2 ടീസ്പൂൺ, ചെറു ചൂടുള്ള പാല് 3/4 കപ്പ്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 3/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. പാലും മാവും ഒക്കെ ഒരേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കുക. ഇനി ഈ പാല് മാവിലോട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് വരുമ്പോൾ ചിലപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അങ്ങനെയാണെങ്കിൽ കുറച്ച് മാവ് വിതറി കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. 10 മിനിറ്റോളം കുഴയ്ക്കണം. എനിക്കിവിടെ 3/4 കപ്പ് പാലാണ് വേണ്ടി വന്നത്. അപ്പോൾ ഈ 3/4 കപ്പ് പാലും ആദ്യമേ എടുത്ത് ഒഴിച്ച് കുഴയ്ക്കരുത്. നമ്മുടെ കയ്യിലുള്ള മാവിനനുസരിച്ചിരിക്കും ഈ പാലിൻ്റെ അളവ് വേണ്ടത്. ചില മാവിന് നന്നായിട്ട് വെള്ളം വേണ്ടി വരും. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ച് തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. സാധാരണ റുമാലി റൊട്ടി നല്ല വലുതാണ്. ഞാനിവിടെ പക്ഷേ ചപ്പാത്തി പലവയിലാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. വലിപ്പം കൂടിയാൽ നമ്മൾ ചപ്പാത്തി പലവയിൽ പരത്തിയെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. കുറച്ച് മാവിൽ മുക്കിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ മാവ് വിതറി കൊടുത്തിട്ട് പരത്തിയെടുക്കുക. എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കണം. നമ്മൾ ബെറോട്ടയൊക്കെ അടിച്ചെടുക്കുന്ന പോലെ താഴെ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉരുളകളാക്കി എടുക്കാം. ഇപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചപ്പാത്തി എടുക്കുന്ന പോലെ കൈകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നല്ല നേർമയായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ കീറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഈ റോളറിൽ ചുറ്റിച്ചിട്ട് വേണം തവയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ആ റോളറിലെ ആ കറുത്ത പാട് വരെ നമുക്കിങ്ങ് പുറത്ത് കാണാൻ പറ്റും. അത്രയ്ക്ക് നൈസായിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഈ തവ 2 മിനിറ്റ് ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കമിഴ്ത്തി വെക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂട് കുറയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ റൊട്ടി ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. ഇനി സാവധാനം റൊട്ടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങും. ബബിൾസ് വന്ന് തുടങ്ങിയാൽ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു തുണി കൊണ്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ തുണി നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തിട്ടുള്ള തുണിയായിരിക്കണം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴും ഇത് പൊങ്ങി വരും. ഇപ്പോൾ 2 സൈഡും ബ്രൗൺ സ്പോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇത് കമിഴ്ത്തി നേരത്തെ പോലെ 2 മിനിറ്റ് ചൂടാക്കാൻ വയ്ക്കാം. ചൂടായതിനു ശേഷം അടുത്ത റൊട്ടി ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിലാണ് ഹോട്ടലിലും ട്രഡീഷണൽ ആയിട്ടൊക്കെ റുമാലി റൊട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് തവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്ക് തവയാണ് എടുത്തിരിക്കുന്നെങ്കിൽ തിരിച്ചു വയ്ക്കുമ്പോൾ ആ ബർണറിൽ കൊണ്ടിട്ട് അത് പോറൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ സ്റ്റീലിൻ്റെയോ അയണിൻ്റെയോ ഒക്കെ തവയുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിന് പറ്റിയില്ലെങ്കിൽ സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ നമുക്ക് ചുട്ടെടുക്കാം. പക്ഷെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും ഒക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് തിരിച്ചു വയ്ക്കുമ്പോഴാണ് തവ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ എല്ലാ റൊട്ടിയും ചുട്ടെടുക്കാം. 2 കപ്പ് മാവ് വെച്ചിട്ട് ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള 11 റൊട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സർവ് ചെയ്യണം. തണുത്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ ഉണ്ടാക്കിയ ഉടനെ സർവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല സോഫ്റ്റ് ആണ്. ഇത് സർവ് ചെയ്യുമ്പോഴും കർച്ചീഫ് പോലെ മടക്കിയാണ് സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയും തന്തൂരി ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ പക്ഷേ ഇവിടെ ഇപ്പോൾ വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസി അല്ലേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.